അരുൺ, പാതിയിലധികം പൈസ ഇപ്പോൾ 600 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ടെന്നും 145 കോടി കേരളത്തിന്റെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് നൽകിയത് അതിന്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് വയനാട്ടിൽ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നാണ് BJPയുടെ ചോദ്യം. അരുൺ, ഇപ്പോൾ മേപ്പാടിയിൽ പ്രത്യേകിച്ച് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്നേക്ക് 120 ദിവസമായി, 4 മാസം തികഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി കേരളം വന്ന് സന്ദർശിച്ച് പോയി, ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് കുട്ടികളെയൊക്കെ എടുത്ത് ഉമ്മ വച്ച് റീല് നിർമ്മിച്ചിട്ട് ഇന്നേക്ക് 110 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കേരളം തന്നാൽ പരിഗണിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്നേക്ക് 103 ദിവസമായി. ഓഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് 38 പേജുള്ള ഡീറ്റെയിൽ റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി കേരള ഗവൺമെൻറ് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ട് ഇന്ന് 103 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നയാ പൈസ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നില്ല. ഹൈക്കോടതി തന്നെ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കൂ കേരളത്തിന് എന്ന് പറഞ്ഞ് പലതവണ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തു. കേന്ദ്രം സമയം ചോദിച്ചു, ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉരുൾപൊട്ടൽ കഴിഞ്ഞ് 120 ദിവസം കഴിഞ്ഞിട്ടും 5 പൈസ തരാതെ BJPയുടെ നേതാക്കന്മാരും പ്രതിനിധികളും ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇവിടെ SDRFിലേക്ക് കേന്ദ്ര പ്രതികരണ ഫണ്ടിൽ നിന്ന് കൃത്യമായി ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടുന്ന പണം അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്ന പണമാണ്. അത് വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും മാത്രം എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല. ഈ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും എവിടെ വെള്ളപ്പൊക്കമുണ്ടായാലും വരൾച്ച ഉണ്ടായാലും ഒരു സാമ്പത്തിക വർഷത്തിൽ ചിലവഴിക്കേണ്ട പണമാണ് ആ പണം. ആ പണം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 2 ഗഡുക്കളായി കിട്ടുന്നതാണ്. അത് ഒരിക്കലും വയനാടുമായി കൂട്ടിക്കലർത്താൻ കഴിയുകയില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ദുരിത ഫണ്ടിലുള്ള പൈസയിൽ പാതി എടുത്ത് ഉപയോഗിക്കാൻ കേന്ദ്രം അനുവാദം നൽകിയെന്നാണ്. ആ പണം ഉപയോഗിക്കാമല്ലോ. അതിന് കേന്ദ്രത്തിന്റെ ഒരു അനുവാദവും വേണ്ട. കേരളത്തിന്റെ ദുരിതാശ്വാസ ഫണ്ടിലുള്ള പണം അനുവദിക്കാൻ എടുത്തു ചെലവാക്കാൻ കേന്ദ്രത്തിന്റെ ഒരു അനുവാദവും നമുക്ക് കേന്ദ്രം അറിയിപ്പ് തന്നിട്ടുണ്ട്, അനുമതി തന്നിട്ടുണ്ടെന്നാണ് ശ്രീപത്മനാഭൻ പറഞ്ഞത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി 11 പേർ മരിച്ചു. അന്ന് 40 കോടി രൂപ ആദ്യ ദിവസം രാത്രി ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ അനുവദിച്ചു. ആന്ധ്രയിലും തെലങ്കാനയിലും വെള്ളപ്പൊക്കമുണ്ടായി 31 പേർ മരിച്ചു. 3448 കോടി രൂപ ഒരു ആപ്ലിക്കേഷനും ഇല്ലാതെ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും ബീഹാറിലും നാഗാലാൻഡിലും മറുപടി പറയൂ. ത്രിപുര Debate with Dr. Arun Kumar.